ഹലോ ഗൈസ്, അപ്പോൾ നമ്മളെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങൽ അല്ലെങ്കിൽ ചെറിയൻകീഴ് 5 തെങ്ങിലാണ് നിൽക്കുന്നത്. 5 തെങ്ങിലൊരു അടിപൊളി പഴയ കോട്ടയുണ്ട്, 5 തെങ്ങ് കോട്ട. അപ്പോൾ ആ കോട്ടയുടെ വിശേഷങ്ങളാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇപ്പോൾ നല്ല മഴ സമയമാണ്, കടൽ നല്ല ശോഭിച്ച് കിടക്കുന്ന ടൈമാണ്. അപ്പോൾ ആ കോട്ടയ്ക്ക് മുകളിൽ കയറി കഴിഞ്ഞാൽ കടലൊക്കെ നല്ലോണം കാണാം. ഒരുപാട് പ്രശസ്തി ആർജിച്ച ഒരു കോട്ടയാണ് 5 തെങ്ങ് കോട്ടയെന്ന് പറയുന്നത്. ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നടക്കുവാണ്. ഞാൻ കോട്ടയ്ക്ക് തൊട്ട് പുറകിലായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. കോട്ടയുടെ സൈഡ് സംഭവങ്ങളൊക്കെയാണ് ഈ കാണുന്നത് കേട്ടോ. കറാന്നും പറഞ്ഞ് പാറക്കല്ലുകളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കോട്ടയുടെ കുറേ ഭാഗങ്ങളിങ്ങനെ പരന്ന് കിടക്കുന്നതാണ്. ഞാൻ നടന്ന് കോട്ടയുടെ മുന്നിലോട്ട് എത്തിക്കൊണ്ടിരിക്കുവാണ്. ഇതിൻ്റെ സെൻട്രലായിട്ട് എൻട്രൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറുന്നതിന് ഇവിടെ പ്രത്യേകിച്ച് ടിക്കറ്റും കാര്യങ്ങളൊന്നുമില്ല. ഈ കോട്ടയുടെ തൊട്ടടുത്തായിട്ട് തന്നെ 5 തെങ്ങ് ലൈറ്റ് ഹൗസ് കാണാം. പക്ഷേ ലൈറ്റ് ഹൗസ് ഇപ്പോഴും ഓപ്പൺ അല്ല, വൈകുന്നേരം മാത്രമേ ഇത് ഓപ്പൺ ആവൂ. അപ്പോൾ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും കയറാം. നല്ല അടിപൊളി കാഴ്ചയായിരിക്കും. നമ്മളെ കോവളം ലൈറ്റ് ഹൗസൊക്കെ പോലെ തന്നെ വളരെ സൂപ്പറാണ്. പക്ഷേ ഇതൊരു ബ്ലാക്കും വൈറ്റാണ് അടിച്ചേക്കുന്നത്. സാധാരണ ലൈറ്റ് ഹൗസിൽ അടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുവപ്പും വൈറ്റുമാണ് അടിച്ചേക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള എൻട്രൻസ് കേട്ടോ. നമ്മളിപ്പോൾ 5 തെങ്ങ് കോട്ടയുടെ അകത്തോട്ട് കയറുവാണ്. ഇവിടെ ഫ്രണ്ടിലോട്ട് വരുമ്പോൾ തന്നെ സംരക്ഷിത സ്മാരകമെന്നും പറഞ്ഞ് വലിയ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്. ഈ സ്മാരകത്തിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ എഴുതി സൂചിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വലിയൊരു കല്ലിൽ തീർത്ത ഒരു ചെറിയ ശില്പം കണക്കൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ടിൽ. 5 തെങ്ങ് കോട്ട, 5 തെങ്ങ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ലയിലെ 5 തെങ്ങ് ഇന്ത്യയിലെ ബ്രിട്ടീഷുകാരുടെ ആദ്യകാല അധിനിവേശ പ്രദേശങ്ങളിൽ ഒന്നായിരുന്നു. സമുദ്ര സാമീപ്യത്താൽ 5 തെങ്ങ് കോട്ട കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ സൈനിക പ്രാധാന്യം അർഹിക്കുന്ന കോട്ടയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവമുണ്ട്. ചരിത്രം വായിക്കാൻ നിന്ന് കഴിഞ്ഞാൽ തീരത്തില്ല. അതും ഹിന്ദിയിലും ഇംഗ്ലീഷിലും മലയാളത്തിലൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. താക്കീത് കയറുന്നതിന് മുന്നേ കുറേ സംഭവങ്ങളൊക്കെ നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കറക്റ്റ് പാലിക്കുക. പുരാവസ്തുവാണ്, ഒരുപാട് സംഭവങ്ങളുണ്ട്, അതൊന്നും തൊട്ട് നശിപ്പിക്കരുത് എന്നൊക്കെയാണ് പറഞ്ഞൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോട്ടയുടെ അകത്തോട്ട് കയറാനായിട്ട് പോവുകയാണ്. ഫ്രണ്ടിൽ കയറി വരുമ്പം വലിയൊരു മുറ്റം കണക്കൊരു സംഭവം ഉണ്ട് കേട്ടോ. അതിൽ നല്ല പച്ചപ്പ് പിടിച്ച് പുല്ലൊക്കെ ഇങ്ങനെ നിൽക്കുവാണ്. അവിടെ കാറ്റാടി മരം കണക്ക് കുറേ സംഭവങ്ങളൊക്കെ നിൽപ്പുണ്ട്. ഇവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ട്. ഈ പ്ലാവിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ഇരിക്കാനൊക്കെ സംഭവങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ കറങ്ങാൻ വരുന്നവർക്ക് ജസ്റ്റ് ഇവിടെയൊക്കെ വന്നിരുന്ന് സംസാരിക്കാനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, ഇതിങ്ങനെ കല്ല് പാവിയിരിക്കുകയാണ്. അന്നേ ഉള്ളതായിരിക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ മുറ്റം ചേർത്ത് അങ്ങേ അറ്റം വരെ ഇങ്ങനെ കല്ല് പാവിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കോട്ടയുടെ മൊത്തത്തിലുള്ളൊരു ഭാഗം എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട്. ഇവിടെ നിന്നിങ്ങനെ വലത്തോട്ട് നോക്കുമ്പോൾ ഒരു പഴയ കിണർ കാണും. ഈ കോട്ടയുടെ തന്നെ അത്രയും പഴക്കമുള്ള കിണറായിരിക്കും കേട്ടോ ഇത്. കടലിൻ്റെ അടുത്തായതിനെ കൊണ്ട് വലിയ ആഴമൊന്നും ഉണ്ടാവാൻ വഴിയില്ല. പിന്നെ നമുക്ക് കോട്ടയുടെ മുകളിൽ കയറിയിട്ട് നടക്കാനായിട്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ സ്റ്റെപ്പ് കെട്ടി മുകളിലോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ കമ്പി വേലിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ നടന്നു പോവാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഈ സൈഡിലായിട്ടുമുണ്ട്, വലത്തും ഇടത്തും. ഈ കാണുന്ന സ്റ്റെപ്പ് വഴി വേണം നമ്മൾ കോട്ടയുടെ മുകൾ ഭാഗത്തോട്ട് കയറാനായിട്ട്. ഇവിടെ രണ്ടാമത് എന്തൊക്കെയോ ചെറുതായിട്ട് പണിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സംഭവങ്ങളാണ് ഈ കാണുന്നത്. ഇടയ്ക്കൊരു വൈറ്റ് അടിച്ച ഭാഗം കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ മുകളിലോട്ട് കയറുവാണ്. എല്ലാം കല്ലുകളിൽ തീർത്ത സ്റ്റെപ്പുകളാണ് കേട്ടോ. ഒരു കാലത്തും ഇത് കംപ്ലൈൻറ്റ് വരത്തില്ല. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഉണ്ടാക്കി വെച്ച സംഭവങ്ങളാണ്. അന്നത്തെ സൈനിക ആക്രമണങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെയൊക്കെയാണല്ലോ, കടൽ വഴിയുള്ള സംഭവങ്ങൾക്ക് വേണ്ടിയാണല്ലോ ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് കയറുമ്പോൾ നല്ല വിശാലമായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട് കേട്ടോ. കോട്ടയുടെ മുകൾ ഭാഗമാണ്. ഇവിടെയൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കും അവർ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ടുണ്ടാവുക. കോർണറായിട്ട് എല്ലാ സൈഡിലും ഇരിക്കാനുള്ള സെറ്റപ്പ് ഇരിക്കാൻ തന്നെ ആയിരിക്കും തോന്നുന്നു. അത് കഴിഞ്ഞിങ്ങനെ കോട്ട വലം വെച്ച് പോകാൻ പറ്റും കേട്ടോ. ഈ സൈഡ് വഴി ഇങ്ങനെ പോവാം. ഇവിടെ നിന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കോട്ടയുടെ ഫ്രണ്ടിൽ ആർച്ചിലെത്തും. ഞാനിപ്പോൾ നടന്ന് ഈ ഫ്രണ്ട് ആർച്ചിൻ്റെ ആ ഒരു ഭാഗത്തെത്തിയിരിക്കുകയാണ്. നമുക്ക് ഇതുവഴിയൊന്നും അങ്ങോട്ട് കണക്ട് ചെയ്ത് പോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ ഈ സൈഡിൽ കൂടെയൊക്കെ അങ്ങോട്ട് പോകാം കേട്ടോ. നമ്മളത്ര റിസ്ക് എടുക്കുന്നില്ല, അതുവഴി പോകണ്ട.
കറങ്ങി ഇപ്പുറത്തൂടെ വരാം. ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ തല ഉയർത്തിക്കൊണ്ട് ലൈറ്റ് ഹൗസ് അങ്ങനെ നിൽക്കുകയാണ്. ഇതിൻ്റെ ബ്ലാക്കും വൈറ്റുമാണ് വ്യത്യസ്തത. എല്ലാം സാധാരണ റെഡാണ് കാണുന്നത്, റെഡും വൈറ്റും. അപ്പോൾ നമ്മൾ കയറി വന്ന വഴിയിൽ നിന്നും മുന്നോട്ട് നടക്കുവാണ്. അപ്പോൾ കടലിൻ്റെ ഭാഗത്തോട്ട് പോകണം കേട്ടോ. കടലിൻ്റെ ഫ്രണ്ട് കേന്ദ്രീകരിച്ചാണല്ലോ ഈ കോട്ടകളെല്ലാം തന്നെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ ഞാൻ മുന്നോട്ട് നടന്ന് കോട്ടയുടെ നെക്സ്റ്റ് ഭാഗത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാ ഇവിടെ കണ്ടോ ഇരുമ്പിൻ്റെ ഒരു സംഭവം കാണുന്നുണ്ട്. ഇവിടെ എന്തിനു വേണ്ടിയൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ്. ഇതാ തേഞ്ഞ് ഇത്ര ആയിട്ടോ. അപ്പോൾ നമ്മൾ കോട്ടയുടെ അടുത്ത മുഖത്തിലെത്തിയിരിക്കുകയാണ്. ഇവിടെ ഒരു ചെറിയ സംഭവം കാണാം. അതെന്താ ലൈറ്റാണോ, കൊടിമരം കണക്ക് എന്തോ ഒരു സാധനം, എന്താണെന്ന് അറിയത്തില്ല. അങ്ങനെ നമ്മൾ അടുത്ത ഭാഗത്തെത്തുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ കുറേ സംഭവങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഇരിക്കാനുള്ള ഇരിപ്പിടങ്ങൾ കണക്ക് ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുവാണ്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കോട്ടയുടെ മുകൾ ഭാഗത്തെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി ഇതുവഴി അങ്ങോട്ട് നടക്കാൻ പറ്റും. ഇവിടെ എവിടെ നിന്നാലാണ് കറക്റ്റായിട്ട് കടൽ വ്യക്തമായിട്ട് കാണുക എന്നുള്ളതാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതുവഴി മുന്നോട്ട് വന്നപ്പോൾ എന്താണ്ട് ഇവിടെ കുറേ തൂണുകളുണ്ട് കേട്ടോ. ഇതൊക്കെ അന്നത്തെ കാലത്ത് എന്തിനൊക്കെ വേണ്ടി ഉപയോഗിച്ചിരുന്ന തൂണുകളാണ്. ഇതെല്ലാം തന്നെ കല്ലാണെന്നാണ് തോന്നുന്നത്. കല്ലല്ല, സിമൻ്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ കോട്ടയുടെ ഫ്രണ്ടിലായിട്ട് കുറേ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുന്നിലായിട്ട് നമുക്ക് കടൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കടലിപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നല്ല മഴയാണ്. കടൽ നല്ലോണം ക്ഷോഭിച്ച് കിടക്കുന്ന ടൈമാണല്ലോ. അപ്പോൾ അതും കഴിഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല കേട്ടോ. നോ എൻട്രി എന്ന് പറഞ്ഞ് കുറേ ടാങ്കുകൾ പറക്കി വെച്ചിട്ടുണ്ട് അവിടെ. അത് നമുക്ക് ഇതുവരെ പോവാം. ഇങ്ങനെ വേണമെങ്കിൽ 4 സൈഡും കറങ്ങി വരാൻ പറ്റുമെന്ന് തോന്നുന്നു. ആ ഒരു ഫ്രണ്ട് ഭാഗം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കുമ്പോഴേ നല്ല പച്ചപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ കയറി വരുന്നതൊക്കെ ദൂരം നോക്കുമ്പോൾ കോട്ടയുടെ ആ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ വളരെ അടിപൊളിയാണ് കേട്ടോ. ഞാനപ്പോൾ എന്താണ്ട് ഈ സൈഡ് പിടിച്ചിങ്ങനെ പോകാം കേട്ടോ. കാല് തെറ്റിക്കഴിഞ്ഞാൽ അങ്ങ് താഴെ വീഴും. ഇവിടെ ഇങ്ങനെ നോ എൻട്രി സംഭവം വെച്ചിരിക്കുകയാണ് കേട്ടോ. പ്രവേശനം ഇല്ല. ടാങ്കിൽ മഴവെള്ളം നിറഞ്ഞിങ്ങനെ നിൽക്കുവാണേ. നമുക്ക് ഇതുവഴി വേണമെന്നുണ്ടെങ്കിൽ നടന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. പക്ഷേ സംഭവം അവിടെ 2 സൈഡും ബ്ലോക്കാക്കി വെച്ചിരിക്കുകയാണ്. കാരണം റിസ്ക് ഉള്ളത് കൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു. പിന്നെ ഇപ്പോഴത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ അതാണ്ട് ഫ്രണ്ടിലൊക്കെ ഒരുപാട് ആൾക്കാർ കടലിൻ്റെ സൈഡിലായിട്ട് വീട് വെച്ച് താമസിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ അവർക്കിപ്പം ഭയങ്കര ബുദ്ധിമുട്ടിൻ്റെ ഒരു ടൈമായിരിക്കും. കടൽ ഒരുപാട് കയറിക്കൊണ്ടിരിക്കുന്ന ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. ഈ കോട്ടയുടെ മുകളിൽ നിന്ന് ഞാൻ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. താഴെ പച്ചപ്പും. ഇവിടെ നിന്ന് നടന്ന് ഞാൻ അപ്പുറത്തെ സൈഡിലോട്ട് പോകണം. അപ്പോൾ നമുക്ക് ഇതുവഴി പോകാൻ പറ്റത്തില്ല. ആ ഒരു സൈഡും കൂടെ പോയി നോക്കിയിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ട് രണ്ടാമത് ചെയ്തതായിരിക്കും കേട്ടോ. കാരണം ഇവിടെയൊക്കെ പുതുതായിട്ട് ചെയ്തേക്കുന്നതിൻ്റെ സംഭവങ്ങളാണ് കാണുന്നത്. ഈ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലാണല്ലോ ഇതെല്ലാം വരുന്നത്. അപ്പോൾ അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കറക്റ്റായിട്ട് നിർത്തുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മൾ അഞ്ചുതെങ്ങ് വരുന്ന മെയിൻ റോഡ്. ചിറയൻകീഴ് ഭാഗത്ത് നിന്നൊക്കെ വരുന്ന റോഡാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കയറണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാലേ പറ്റത്തുള്ളൂ. നോക്കട്ടെ, ഞാനിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ വൈകുന്നേരം ഇതിൻ്റെ മണ്ടയിലൂടെ ഒന്ന് കയറാൻ നോക്കും. വലിയ ടിക്കറ്റ് ചാർജൊന്നും ഇല്ലല്ലോ. ഇതിൻ്റെ മുകളിൽ കയറിയ വിശാലമായിട്ടുള്ള കാഴ്ചകൾ കാണാം. ഇപ്പം നല്ല മഴയാണെങ്കിലും നല്ല ചൂടാണ്. മുകളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ സ്വല്പ കാര്യം മനസ്സിലാവും. അതിനെക്കൊണ്ട് വൈകിട്ട് തന്നെയാണ് ബെറ്റർ. അപ്പുറത്തൂടെ കണക്ട് ചെയ്ത് പോകാൻ പറ്റാത്തതിൻ്റെ കൊണ്ട് ഞാൻ 2ാമത്തെ സ്റ്റെപ്പിലോട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഇതുവഴി കയറിയിട്ട് നമുക്ക് ആ അടുത്ത ഭാഗങ്ങളൊന്ന് കാണാം. ഈ കല്ലുകൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇത് എങ്ങനെയാണല്ലോ ഇങ്ങനെ കട്ട് ചെയ്ത് ലെവലാക്കി വെച്ചിരിക്കുന്നത്. അന്നത്തെ കാലത്ത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ട സംഭവങ്ങളെല്ലാം തന്നെ വളരെ കിടിലമാണ്. കോട്ടയുടെ 4 സൈഡിലായിട്ടും ഇതേ കണക്ക് സംഭവം ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ നടന്നിട്ടേ മുന്നോട്ട് പോവാണ്. ഇവിടെ നിന്ന് അതിൻ്റെ ടോപ്പിലോട്ട് കയറാനുള്ള എന്തോ ഒരു സംഭവമുണ്ട്. അതും കൂടെ നോക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നേക്കുന്നത്. അവിടെ നിന്ന് ചെറിയ സ്റ്റെപ്പുകളൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് കണ്ട ആ ഒരു ഭാഗത്തൂടെ എത്തിയിരിക്കുകയാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കടൽ കാണാൻ പറ്റും. അപ്പോൾ അതിനെ കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. പക്ഷെ എൻ്റെ മുന്നേ എന്താ തിരയെന്നറിയോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോട്ട വ്യക്തമായിട്ട് കാണാൻ പറ്റും. എല്ലാ ഭാഗങ്ങളും അത്രയ്ക്കും ഹൈറ്റിലാണ്. നമ്മൾ ഇതുവരെ നിന്നതിനെയും കാട്ടി കൂടുതൽ ഹൈറ്റുള്ള ഭാഗം ഇതാണ്. കടലൊരു രക്ഷയില്ല, അടിച്ച് പറപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെയൊക്കെ താമസിക്കുന്നവരുടെ കാര്യം ഇനി വളരെ കഷ്ടപ്പാടില്ലാവും കുറച്ച് മാസങ്ങൾക്ക്. ഇവിടെ എന്തോ സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അത് പൊളിഞ്ഞു പോയതാണോ ഇനി ഇതിൻ്റെ മുകളിലോട്ട് കയറാൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു അറിയത്തില്ല. ഇവിടെ നിന്ന് എന്തൊക്കെ സാധനങ്ങളിങ്ങനെ പൊളിഞ്ഞു മാറിയതായിട്ട് തോന്നുന്നുണ്ട്. ഇതെല്ലാം തന്നെ ചെങ്കല്ല് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് തോന്നുന്നു കേട്ടോ. ആ വീടിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ ചേർത്ത് പണിഞ്ഞിരിക്കുന്നുണ്ടല്ലേ, അതൊക്കെ ഇപ്പോൾ പണിഞ്ഞതാണെന്നാണ് തോന്നുന്നത്.
കോട്ടയ്ക്ക് അകത്തോട്ട് കയറാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ സംരക്ഷണ ഭിത്തിയും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുകയാണ്. ആ ഭിത്തിയുടെ മുകളിലായിട്ട് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ പൊടിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. കുപ്പിയിലെ ചില്ലുകളൊക്കെ ഉണ്ടല്ലോ. കടലിങ്ങനെ കലങ്ങി മറിഞ്ഞ് കിടക്കുവാണ്. ഒരു രക്ഷയില്ല കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാനായിട്ട്. നമുക്ക് നല്ല കാഴ്ചകളാകുമ്പോൾ കുറേ ആൾക്കാർക്ക് ഇതൊരു വല്ലാത്ത അവസ്ഥയാണ്, ദയനീയമായ അവസ്ഥയിലൂടെയാണ് ഈ തീരപ്രദേശത്ത് താമസിക്കുന്നവരൊക്കെ കടന്നു പോകുന്നത്. ഇവിടെ നിന്ന് വ്യക്തമായിട്ട് കടൽ കാണാം എന്നുള്ളതാണ് ഈ കോട്ടയുടെ ആകെയുള്ള പ്രത്യേകത. ഈ ഓരോ സൈഡിലായിട്ടും ഓരോ ഹോളുകൾ കാണാം കേട്ടോ, ഇത് കണക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ആയിരിക്കും പീരങ്കിയൊക്കെ പണ്ട് ഇങ്ങനെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവുക. അതിൻ്റെയൊക്കെ സംഭവങ്ങളായിരിക്കും. ഇതാണ്ട് ഈ സൈഡിലൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഒരു കോട്ടയുടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ തൂണുകൾ എന്തിനുള്ളതായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇവിടെ നിന്ന് എന്തെങ്കിലും നിരീക്ഷണത്തിനെങ്ങാനും വെച്ചിരുന്നാണോ എന്ന് അറിയത്തില്ല. അതിൻ്റെ മുകളിൽ ഭടന്മാരൊക്കെ നിന്ന് ഇങ്ങനെ നോക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിരുന്നോ എന്നുള്ളതൊക്കെ ഡൗട്ടാണ്. എന്തായാലും കോട്ട ഒരു രക്ഷയില്ല, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതുവഴി ഞാനങ്ങ് റിട്ടേൺ ഇറങ്ങുവാണ്. ഇവിടെ വരുന്നവർക്ക് ഉച്ച സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണൽ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെയാണ് ഇത് കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല സമാധാനത്തോടു കൂടി കുറച്ചേരി ഇരിക്കാം. ഗൈസ്, ഈ കോട്ടയുടെ മറ്റൊരു സംഭവം കൂടെ നമ്മളൊന്ന് കാണിക്കാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാലേ, ഇതൊരു തുരങ്കമാണ് കേട്ടോ. ഇതിനകത്തൊരു തുരങ്കമുണ്ട്, അതായത് അത് കടലിലേക്കാണ് ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തോട്ടൊന്ന് ജസ്റ്റ് കയറിപ്പോയി നോക്കാം. ഇതിപ്പോൾ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു തുരക്ക, കണ്ടില്ലേ? ഇതിപ്പോൾ താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതിലൊരു ചാവി കണക്കൊരു സംഭവം വെച്ചിട്ടുണ്ട്, അതായത് ഓപ്പൺ ആവും എന്നുള്ളതാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ ഇത് നേരെ പോകുന്നത് കടലിലോട്ടാണ്. അപ്പോൾ ഇത് ഉടനെ ഓപ്പണാക്കി നോക്കണമെന്ന് ഇവരുടെ എന്തൊക്കെ ഓർഡറൊക്കെ വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊരു റൂമായിട്ട് പ്രവർത്തിക്കുകയാണ്. ഇവിടുത്തെ മിഷനറിയും കാര്യങ്ങളും എല്ലാം ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു റൂമായിട്ട് ഇരിക്കുകയാണ്. ഇതാണ് സംഭവം. ഇതുവഴി പോകുമ്പോൾ ഇവിടെ വേറെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ഇവിടെ 2 പേരെ അടക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത്, കമാൻഡർ വൈഫും. അപ്പോൾ അങ്ങനത്തെ 2 ശവകുടീരം ഈ ഭാഗത്തുണ്ട്. അതും കൂടെ നമുക്ക് കാണാം. നമ്മൾ നേരത്തെ മുകളിൽ നോക്കിയപ്പോൾ കണ്ട ആ ഒരു സംഭവമാണ് ഈ കാണുന്ന ഫില്ലർ കണക്കിരിക്കുന്ന സാധനം, കണ്ടില്ലേ? അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ, ഇതിവിടെ പഴയ അടിമകളെ ഇട്ട് ഒടിച്ച സംഭവമാണ്. അതായത് അവരെ ഇതിനകത്ത് കെട്ടിയിട്ടിട്ടാണ് അടിമകളെ അടിക്കുക. അവർ ചെയ്യുന്ന തെറ്റുകൾക്കോ അല്ലെങ്കിൽ അടിമകളാക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സാധനം എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ മുകളിൽ നോക്കിയപ്പോൾ വേറെ എന്തോ ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇതിൻ്റെ മുകളിൽ പട്ടാളക്കാർ കയറിയെന്ന് ഇങ്ങനെ വാച്ചിയെന്നോ ഞാൻ കരുതിയത്. അപ്പോൾ സംഭവം അതല്ല. ഈ കാണുന്ന ഓരോ തൂണിലും പാവപ്പെട്ട അടിമകളെ കെട്ടിയിട്ടടിച്ചു. ദുഷ്ടന്മാർ അല്ലേ? എത്രത്തോളം ക്രൂരമായ പീഡനങ്ങൾക്ക് ഇവിടുത്തെ ആൾക്കാരൊക്കെ ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ്. ഗൈസ്, നമ്മളങ്ങനെ നടന്ന് പുറകിലൂടെ വന്ന് ഈ ഒരു ഡോറ് വഴി അങ്ങോട്ട് ഇറങ്ങുവാണ് കേട്ടോ. ഇവിടെയാണ് ശവക്കലറുള്ളത് കേട്ടോ. ഇവിടെ ചെയിനൊക്കെ ഇട്ടിങ്ങനെ സംഭവം ഇങ്ങനെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുകയാണ്. ചരിത്ര പ്രാധാന്യമുള്ള സാധനമാണല്ലോ. ഇവിടെ 2 പേരെ അടക്കിയിരിക്കുകയാണ്, കമാൻഡറും കമാൻഡറുടെ വൈഫും. അതിൽ തന്നെ എന്തോ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ കല്ലിൻ്റെ കളറായതിനെ കൊണ്ട് വ്യക്തമായിട്ട് അറിയാൻ പറ്റുന്നില്ല. ഈ കോട്ടകൾ യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാർ പണിതല്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. എത്രത്തോളം ശരിയാണ് എന്നുള്ളത് അറിയത്തില്ല. പോർച്ചുഗീസുകാരാണ് യഥാർത്ഥത്തിൽ ഈ കോട്ട പണിത്. അവരെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തതാണ് ബ്രിട്ടീഷുകാർ എന്നാണ് പറയുന്നത് കേട്ടോ. ഈ പോർച്ചുഗീസുകാർ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടി നിർമ്മിച്ചതാണെന്ന്, അതായത് ചരക്ക് വ്യാപാരത്തിന് വേണ്ടിയാണ് ഇവിടെ ഒരുവിധപ്പെട്ട എല്ലാ കോട്ടകളും നിർമ്മിച്ചിട്ടുള്ളത് എന്നൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല. ചരിത്ര പ്രാധാന്യമുള്ള സംഭവങ്ങളൊക്കെ വളച്ചൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ലേറ്റസ്റ്റായിട്ടാണ് ഓരോ ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇപ്പോൾ നിലനിൽക്കുന്നതായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ വല്ല അറിയാമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കോട്ടയുടെ വെളിഭാഗം എങ്ങനെയാണ്? ഒരു ഭയങ്കര സംഭവം തന്നെ. വെളിയിൽ നോക്കുമ്പോഴാണ് കറക്റ്റ് ആ കോട്ടയുടെ വലിപ്പം മനസ്സിലാവുന്നത് കേട്ടോ.